നമസ്കാരം. ഇന്ന് പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ, അതായത് ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളടക്കം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കന്റെ ഭീഷണിക്ക്, ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാനെ കുറിച്ചാണ്. അവരങ്ങനെ പറയുന്നില്ല എന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ഇറാൻ അനുസരിക്കുന്നില്ല എന്ന മട്ടിലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇറാന്റെ നിലപാട് എന്താണ്, ഇറാൻ ഇപ്പോ പുതുതായി ഉണ്ടായി വരുന്ന കരാറിൽ എന്തൊക്കെയാണ് വരുന്നത്. അതായത് ട്രംപിനെ ഒരു കാരണവശാലും അനുസരിക്കേണ്ട ആവശ്യമില്ല. കാരണം പച്ച നുണയനാണ്, കള്ളനാണ്. അങ്ങനെയുള്ള ഒരാളെ വിശ്വസിച്ചുകൊണ്ട് ഒരു കരാർ ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കാൻ സാധ്യമേയല്ല എന്ന നിലപാടാണ് ഇറാൻ എടുത്തിട്ടുള്ളത് എന്നാണ്. സ്വാഭാവികമായും ട്രംപിന് വെപ്രാളമുണ്ട്. കാരണം ട്രംപിന് യുദ്ധം അവസാനിപ്പിക്കണം. ട്രംപിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം രണ്ടെണ്ണം യുദ്ധം തുടങ്ങിയതിനു ശേഷം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒന്ന്, ഇറാന്റെ മേലുള്ള എണ്ണ, ആ എണ്ണയിന്മേലുള്ള വെനിസ്വല എന്ന എണ്ണ പിടിച്ചെടുത്തതുപോലെ, വെനിസ്വലയെ പിടിച്ചെടുത്തതുപോലെ ഇറാനെയും പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിധേയത്തിൽ നിന്നുകൊണ്ട് എണ്ണ കച്ചവടം ചെയ്യുന്നത്, മറ്റുള്ളവർ കച്ചവടം ചെയ്യുന്നതൊക്കെ അവർ കച്ചവടം ചെയ്യും. ഇറാന് വേണമെങ്കിൽ എന്തെങ്കിലും നക്കാപ്പിച്ച ലാഭം കൊടുക്കാം, അങ്ങനെ നിൽക്കണം. രണ്ടാമത്, ഇറാന്റെ ഊർജ്ജാവശ്യങ്ങൾക്ക് വേണ്ടി ഇറാൻ സമ്പുഷ്ടീകരിച്ച് വെച്ചിട്ടുള്ള യുറേനിയം, ആ യുറേനിയം അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കണം. കാര്യം അമേരിക്കയ്ക്ക് അത് ആവശ്യമുണ്ട്, അവരുടെ കയ്യിലില്ല. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യിലുള്ളത് പിടിച്ചു പറിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഇത് രണ്ടും കൊടുക്കില്ല, ഇത് രണ്ടും സാധ്യമല്ല എന്ന് ഇറാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്. ഇത് രണ്ടും സാധ്യമാക്കാത്ത ഒരു കരാറും ആര് എങ്ങനെ ഉണ്ടാക്കിയാലും, അതിന് ഇറാൻ ഉണ്ടാക്കിയാലും, ഇനി അമേരിക്ക തന്നെ ഉണ്ടാക്കിയാലും, പാകിസ്ഥാൻ ഉണ്ടാക്കിയാലും, ഇനി ഇന്ത്യ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് വസ്തുത. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം മതി, തങ്ങളുടെ സാമ്രാജ്യത്വം മതി, ആ ഒരു ഉദ്ദേശത്തോടുകൂടി നിരന്തരം ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനവും സാമ്പത്തിക ഉപരോധവും ഒക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളും സമകാലിക നയതന്ത്ര നീക്കങ്ങളുമൊക്കെ അതാണ് വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ, എപ്പിക് ഫ്യൂറി തുടങ്ങിയ സൈനിക അധിനിവേശങ്ങൾ ഇറാനെതിരെ ഇപ്പൊ തകർത്ത് കളയും, ഇപ്പൊ തന്നെ അവർ പൂർണ്ണമായിട്ടും തച്ചുടയ്ക്കും, ഇപ്പൊ തന്നെ അവർ ഭസ്മമാക്കും, ഇപ്പൊ തന്നെ അങ്ങ് ലയിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നടത്തി. പക്ഷെ അപ്പോഴൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി കൊണ്ട് അമേരിക്കയ്ക്ക് വൻ നാശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് സമയത്തും യുദ്ധം, എത്ര കാലം വേണമെങ്കിലും യുദ്ധം, അങ്ങനെ ഒരു മനസ്സോടെ നിൽക്കുന്ന ഇറാനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് ബോധ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു താൽക്കാലിക സമാധാന കരാറിനായി ഇറാന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അവരുടെ സൈനിക ദാഷ്ട്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലെടുക്ക്, ആ കടലെടുക്കില് ഉപരോധങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്തി ഇറാന്റെ സൈനിക സാമ്പത്തിക അടിത്തറ തകർക്കാം എന്നായിരുന്നു അമേരിക്കയുടെ വ്യാമോഹം. അത് നടന്നില്ല. ഈ അധിനിവേശ നീക്കങ്ങളെ ഇറാൻ തങ്ങളുടെ സൈനികവും തന്ത്രപ്രധാനമായിട്ടുള്ള പ്രതിരോധം കൊണ്ട് നേരിട്ട് അമേരിക്കയുടെ നീക്കങ്ങളെ മുഴുവൻ അടിച്ചൊതുക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. നുഴഞ്ഞു കയറുന്ന കപ്പലുകളെ വെടിവെക്കുന്നു, നിരീക്ഷണ വിമാനങ്ങളെ വെടിവെച്ചിടുന്നു. ഇറാന്റെ ആകാശത്ത് കടക്കുന്ന എല്ലാ നിരീക്ഷണ വിമാനങ്ങളും, യുദ്ധവിമാനങ്ങളും, ഫൈറ്റർ ജെറ്റുകളും എല്ലാം താഴെ വീഴുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതുവരെ ഏകദേശം 46ഓളം വിമാനങ്ങളും ഡ്രോണുകളും നിലത്തേക്ക് തള്ളിയിട്ടു ഇറാൻ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പലതും അമേരിക്ക അംഗീകരിച്ചിട്ടില്ല, പക്ഷെ ഇറാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാം. കാര്യം ഇറാന്റെ ഭരണാധികാരികൾ കൊല്ലപ്പെട്ടു എന്ന് ആദ്യം പറഞ്ഞത് ഇറാൻ തന്നെയാണ്. അമേരിക്കയാകട്ടെ ട്രംപ് ആകട്ടെ അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം അതല്ല എന്ന് പറയുകയും പിന്നെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് കണ്ടുവരുന്നത്. ഏതായാലും ഇറാനെ ഒതുക്കാൻ വേണ്ടി ഹോർമോസ് പിടിച്ചെടുക്കാം, ഹോർമൂസിലൂടെയാണ് ഇറാന്റെ കച്ചവടം മുഴുവൻ നടക്കുന്നത്, അതുകൊണ്ട് അത് പിടിച്ചെടുത്തുകൊണ്ട് തങ്ങൾക്ക് ഇറാനെ ഒതുക്കാം എന്നൊരു തീരുമാനമെടുത്തപ്പോൾ ഇന്ധനവില കുതിച്ചുയർന്നു. അതുപോലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തു. ഇവിടെ സൈനിക ശക്തി കൊണ്ട് മാത്രം ഒന്നിനെയും കീഴടക്കാൻ കഴിയില്ല എന്ന് ട്രംപിന് മനസ്സിലായപ്പോഴാണ് ട്രംപ് ഇപ്പോൾ ചർച്ചകളുടെ വഴി തേടി വിപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പതിവ് സാമ്രാജ്യത്വ അഹങ്കാരവും ഒരുതരം ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പും ഈ പുതിയ കരാർ ചർച്ചകളിലും വളരെ വ്യക്തമായിട്ട് കാണാം. തങ്ങളാണ് യുദ്ധത്തിൽ ജയിച്ചെന്ന ഭാവത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ താൻ ജയിച്ചു. നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തർക്കമുണ്ടായ സമയത്ത് പാകിസ്ഥാനിൽ ഇന്ത്യ പ്രതികാരം ചെയ്യുമ്പോൾ, അതായത് ഇന്ത്യയിൽ കയറി ആക്രമിച്ചപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇടപെട്ടത് താനാണെന്നും താനാണ് സമാധാനം ഉണ്ടാക്കിയതെന്നും ഇന്ത്യ താങ്കൾ പറഞ്ഞത് കേട്ടു എന്ന് വീമ്പിളക്കിയ ആളാണ്. സത്യത്തിൽ ഇന്ത്യയുമായി ട്രംപ് സംസാരിച്ചിട്ട് കൂടിയില്ല. ആ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാര്യം താനാണ് വിജയിച്ചത്, തങ്ങളാണ് വിജയിച്ചത് എന്ന ഭാവത്തിൽ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മുഴുവൻ വിട്ടുകൊടുക്കണം, അത് യുദ്ധത്തിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ നിങ്ങൾ യുറേനിയം വിട്ടുതരണം എന്നാണ് പറയുന്നത്. അത് അങ്ങ് അവകാശപ്പെടുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ അവകാശങ്ങളൊക്കെ, ടോൾ പിരിക്കാനുള്ള അധികാരമൊക്കെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അതായത് ട്രംപ് പറയുന്നത്
മുഴുവൻ ഇറാൻ അംഗീകരിച്ചുകൊണ്ട് ഇനി കുറെ കഴിയുമ്പോൾ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളും വരും. ഇതിന് പകരമായി ട്രംപ് കൊടുക്കാന്ന് പറയുന്നത് ഇറാന്റെ കുറച്ച് പണം മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് ഡോളറുകളുണ്ട്. അത് മരവിപ്പിച്ച് വെച്ചേക്കുന്ന പണത്തിൽ കുറച്ച് കൊടുക്കാം. അതുപോലെ കുറെ ഉപരോധം കൊടുത്തിട്ടുണ്ടല്ലോ. 47 വർഷമായിട്ട് ഇറാൻ ഉപരോധത്തിലാണ്. ആ ഉപരോധം ഒരല്പം നീക്കം ചെയ്യാമെന്നാണ്. എന്നിട്ട് ഒരു തള്ളും കൂടി, അതായത് അമേരിക്കന്റെ മേലെ പിടിക്കുന്ന പരിപാടിയൊന്നും ട്രംപ് ചെയ്യില്ല. ഗൾഫിലെ മറ്റ് വൻകിട രാജ്യങ്ങളുണ്ട്. ആ ഗൾഫ് രാജ്യങ്ങൾ കൊണ്ട് $300 ബില്യൺ ഫണ്ട് ഉണ്ടാക്കാം ഇറാനെ, എന്നിട്ട് പുനർനിർമ്മിക്കാം. അതായത് ഈ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അമേരിക്ക, പിന്നെ തകർത്തത് ഇസ്രായേൽ. അവരിതിന്റെ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഗൾഫിൽ നിന്ന് പിരിവെടുത്തിട്ട് ഇറാനെ വീണ്ടും കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. അതൊന്നും ഇറാൻ അംഗീകരിച്ചോണമെന്നില്ല. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകുമ്പോൾ അതൊക്കെ വെറും വ്യാജ വാഗ്ദാനമാണെന്ന് ഇറാന് നന്നായിട്ട് അറിയാം. അത് ഇറാനെ വെറുതെ കബളിപ്പിച്ചുകൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇറാന് നന്നായിട്ട് അറിയാം. ഇത്തരത്തിൽ തള്ളുവിടാൻ വേണ്ടി ട്രംപ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കന്റെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കഷ്ണർ, രണ്ടുപേരും കൂടെ ആഞ്ഞു കുത്തിയിരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടക്കുമെന്ന് ഇറാന്റെ മുന്നിൽ അത് വിലപ്പോന്ന് നോക്കേണ്ടതില്ല. 2015 ഒപ്പുവെച്ച ഒരു ആണവ കരാറുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് ഏകപക്ഷീയമായിട്ട് അത് ലംഘിച്ചിട്ട് പുറത്തുപോയ ട്രംപാണ്. ആ ട്രംപിന്റെ മുൻകാല വഞ്ചനാ ചരിത്രം കൃത്യമായിട്ട് അറിയാവുന്ന ഇറാൻ നേതൃത്വം ഈ ഭീഷണികൾ അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ഇതിനേതിനെങ്കിലും വഴങ്ങാൻ തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? അൽ ജസീറയുടെ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ പരമാധികാരിയായിട്ടുള്ള മുജ്തബ ഖൊമേനിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് IRGC തലവൻ അഹമ്മദ് വാഹിദിയും ഉൾപ്പെടുന്ന ഉന്നത നേതൃത്വം ഈ കരാറിനെ കടുത്ത ജാഗ്രതയോടെയാണ് കാണുന്നത് എന്നാണ്. അവർക്കറിയാം അമേരിക്കയുടെ ആവശ്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വെറും അധിനിവേശമാണ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വൃത്തികെട്ട ഒരു കരാറിൽ ഒപ്പിടുന്നതിനേക്കാൾ നല്ലത് സ്വന്തം പരമാധികാരം സംരക്ഷിച്ചുകൊണ്ട് പ്രതിരോധം തുടരുന്നതാണ് എന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. അതായത് യുദ്ധം തുടരുന്നതിന് ഇറാൻ തയ്യാറാണ്. ഉമ്മാക്കിയും കാണിച്ചുകൊണ്ട് ലഡാക്ക് കരാറും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഇറാൻ പറയുന്നത്. ലെബനനിലും പലസ്തീനിലും ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ അധിനിവേശങ്ങളുണ്ട്. അത് അവസാനിപ്പിക്കാതെ അമേരിക്കയുമായിട്ട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനോടകം. കാരണം ട്രംപിനെ വിശ്വാസമില്ല. ട്രംപ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവഞ്ചിയിലും കാലിട്ടിട്ട് ഒരു വഞ്ചിയിൽ കാൽ ഊരുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് ഇറാൻ വളരെ വ്യക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ലെബനന്റെ അതിർത്തിയിൽ പൂർണ്ണമായിട്ടുള്ള യുദ്ധം നിർത്തണം, അവിടെ വെടിനിർത്തൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കൂ. കരട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടന്നാൽ മാത്രമേ തങ്ങൾ ഒപ്പങ്ങോട്ട് വയ്ക്കൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്കാൻ തയ്യാറായിക്കോ എന്ന് തന്നെയാണ് ചാലഞ്ച് ചെയ്യുന്നത്. അതിന് അമേരിക്കയല്ല, ഇനി ആരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. അതായത് ലോകത്ത് ഇത്രയും തന്റേടമുള്ള ഒരു ഭരണാധികാരി, ഒരിക്കലും ട്രംപ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ നിലപാട് കർക്കശാണ്. ആ നിലപാടിന്, ആ സമ്മർദ്ദത്തിന് മുന്നിൽ ഒടുവിൽ ഇസ്രായേലിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാൻ വേണ്ടി ട്രംപിന് നേരിട്ട് തന്നെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 47 വർഷമായിട്ട് ഉപരോധത്തിലാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാനെ ഒറ്റയ്ക്കാക്കി ഒരു മൂലയ്ക്കാക്കി തകർക്കാൻ നോക്കിയിട്ടുള്ള സാമ്രാജ്യത്വ ശക്തി, അതിന്റെ മുന്നിൽ ചൈനയുമായിട്ട് റഷ്യയുമായിട്ടുള്ള പുതിയ പാതകൾ, പുതിയ വ്യാപാര കരാറുകളൊക്കെ തുറന്നുകൊണ്ട് ഇറാൻ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കന്റെ ഉപരോധം ഇറാനെ അങ്ങ് പൂട്ടി മൂക്കിൽ വലിച്ചു കളയെന്ന് വിചാരിച്ചപ്പോൾ കാസ്പിയൻ കടൽ വഴി ബദൽ മാർഗങ്ങളിലൂടെ ഇറാൻ അവരുടെ ആ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് അവരുടെ കച്ചവടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ മിസൈൽ പ്രതിരോധ ശേഷി, ഡ്രോൺ സാങ്കേതിക വിദ്യ, ഇതൊക്കെ കണ്ട് ട്രംപ് അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള തന്ത്രങ്ങളാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. വലുപ്പത്തിലല്ല, ബുദ്ധിയിലാണ് കാര്യം എന്നതാണ് ഇറാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പഠിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിനു മുന്നിൽ ഒരു കള്ളനെ പോലെ പെരുമാറുന്ന ട്രംപ് ഭരണകൂടത്തിന് ഇറാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഭീഷണി ഇങ്ങോട്ട് വരണ്ട, ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങുന്ന ചരിത്രം ഇറാനില്ല. ലോകത്ത് വഞ്ചന മാത്രം ശീലമാക്കിയിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്തോട് വിശ്വാസ്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഇറാൻ ചെയ്യൂ. ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള നിലപാട് അതാണ് എന്ന് ട്രംപിന്റെ മാക്സിമലിസ്റ്റ് ലക്ഷ്യങ്ങളുടെ അഹങ്കാരം തകർക്കുന്നതാണ്. സാമ്രാജ്യത്വ ശക്തികൾ പടച്ചുവിടുന്ന ഉപരോധങ്ങളെയും അവരുടെ സൈനിക ഭീഷണികളെയും ഒന്നും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം ആത്മാഭിമാനമൊന്നും പണം വെച്ചുകൊണ്ട് അതിന്റെ അടിയറ വയ്ക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇറാൻ നേരിടുന്നത് അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം തന്നെയാണ്. ആ പ്രതിരോധത്തെ മറികടക്കാനാകട്ടെ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. ഇസ്രായേൽ ആകട്ടെ അത് കണ്ട് പകച്ചു നിൽക്കുകയുമാണ്. Different angles. Don't forget to subscribe and support this channel.